എല്ലാവർക്കും ജെ ഗാർഡൻ ലീവ്സിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഈ കുറ്റി കുരുമുളക് ചെറിയ പോട്ടിൽ നിന്നും വലിയ പോട്ടിലേക്ക് മാറ്റി നടുന്ന രീതികൾ, നല്ല ബുഷായിട്ട് വളരുന്ന നമ്മൾ കൊടുക്കുന്ന വളപ്രയോഗങ്ങൾ എന്തൊക്കെയാണെന്നും എല്ലാം ഉണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. പോട്ട് ചെയ്യുന്നത് ഇതിലോട്ടാണ്. ഇതുപോലെ വലിയൊരു ചട്ടിയിലോട്ട് പോട്ട് ചെയ്താൽ നല്ലപോലെ പോട്ട് മിക്സ് ഇട്ട് നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ പ്ലാന്റ് വളർന്നു വരും. പോട്ട് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ഹോള് ഉള്ള പോട്ട് തന്നെ സെലക്ട് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ വെള്ളം ഇതിനകത്ത് കെട്ടി നിന്ന് ഇതിന്റെ വേരുകളെല്ലാം ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പോട്ടി മിക്സ് തയ്യാറാക്കുന്നതിന് നമ്മളിവിടെ എടുത്തേക്കുന്നത് 2 ആഴ്ച കുമ്മായം ഇട്ട മണ്ണ്, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, പെർലൈറ്റ്, ചകിരി പീസുകളാക്കിയത്, കമ്പോസ്റ്റ് ചെയ്ത ചകിരിച്ചോറ്, ഇതിലേക്ക് നമ്മൾ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയും കൂടെയാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നടാനായിട്ട് വാമ, ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് നമ്മുടെ പോട്ടി മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പോട്ടി മിക്സ് നമ്മൾ ഇതിനകത്ത് ഇടുന്നതിന് മുൻപായിട്ട് നമ്മൾ ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ളൊരു കാര്യം, നമ്മുടെ ഈ ഹോൾ ഉണ്ടല്ലോ, ഇത് മണ്ണിടുമ്പോൾ ഡയറക്റ്റ് അടഞ്ഞു പോകും. അത് അടഞ്ഞു പോകാതിരിക്കാനായിട്ട് ചെറിയ ഓടിന്റെ കഷ്ണങ്ങളോ അല്ലെങ്കിൽ ഇതുപോലുള്ള ചെറിയ കല്ലുകളോ ഇട്ട് അടിയിൽ ഒരു ലെയർ വെക്കുന്നത് വളരെ നല്ലതാണ്. അന്നേരം വെള്ളം കെട്ടി നിന്ന് നമ്മുടെ ചെടി ചീഞ്ഞു പോകാതിരിക്കാൻ സാധിക്കും. ഈ കുറ്റിക്കുരുമുളക് നമ്മൾ നടുമ്പോൾ അത് പടർത്തുന്നത് നമ്മൾ ഇതുപോലൊരു സ്റ്റാൻഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ സാധാ PVC പൈപ്പിൽ നമ്മുടെ ഈ കയറ് ചുറ്റിയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൽ പടർന്ന് പിടിക്കാനും നല്ലപോലെ ബുഷായിട്ട് വളർന്നു നിൽക്കാനും ഇത് സഹായമാവും. ഇതിലേക്ക് ചകിരി പീസാക്കി വെച്ചതോ അല്ലെങ്കിൽ അല്ലാതാണെങ്കിലും നമുക്ക് ഇതുപോലെ നല്ല ഒരു ലെയർ വെക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ നടുന്ന ചെടി നല്ലപോലെ വേര് പടർന്ന് നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ ഇത് സഹായമാകും. കണ്ടില്ലേ, ഇതുപോലെ ഒരു ലെയറായിട്ട് നമ്മുടെ ചകിരി പീസ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതിന്റെ ഈ നടു സെന്റർ നോക്കി നമ്മൾ ഈ സ്റ്റാൻഡ്, ഞാൻ ഈ ഉണ്ടാക്കിയിരിക്കുന്ന സ്റ്റാൻഡ് നടു സെന്ററിൽ നോക്കി നമുക്കിത് വെച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിന് ചുറ്റുമായിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുന്നത്. ഈ സ്റ്റാൻഡ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മണ്ണിൽ വെക്കുന്ന ഭാഗത്ത് കയറ് ചുറ്റാൻ പാടില്ല, അത് പെട്ടെന്ന് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മണ്ണിൽ വെക്കുന്ന ഭാഗം ഒഴിച്ച് ബാക്കി ഭാഗത്തോട്ട് നമ്മൾ കയർ ചുറ്റി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇത് നമുക്ക് ഇതിന് ചുറ്റും ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ ഇതിന് മുൻപ് ഞാൻ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചട്ടിയുടെ ഒരു 1/4 ഭാഗത്തിന് താഴ്വശമായിട്ട് മാത്രം മതി നമ്മുടെ പോട്ടി മിക്സ്. നമ്മുടെ ചെടി വളർന്നു തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് വളവും മണ്ണും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് കുറേശ്ശെയായിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കാനും സാധിക്കും. ഇത് വാമ, നമ്മുടെ മുൻപത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കെല്ലാം അറിയാം നമ്മൾ വാമ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചെടികൾ നല്ലപോലെ വേരുപടലങ്ങൾ പടർന്ന് അത് നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ ചെടി വളരണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ വേരുകൾ പടർന്നാൽ മാത്രമേ അതിന് വളങ്ങളെല്ലാം വലിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വാമ ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ തൈ നട്ട് കൊടുക്കാം. അതിനായിട്ട് അല്പം മണ്ണ് മാറ്റി ഇതിലേക്ക് വാമ ഇട്ട് കൊടുക്കാം. നമ്മൾ ഏത് ചെടികൾ നടുമ്പോഴും വാമ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമുക്ക് ചെറിയ ചട്ടിയിൽ നട്ടേക്കുന്നതാണ്. ഇത് മാറ്റി നടേണ്ട ടൈം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഇതുപോലെ ചെറിയ ചട്ടികളിൽ നിന്ന് മാറ്റി നടുമ്പോൾ അന്നത്തെ ദിവസം നമ്മൾ വെള്ളം ഇതിന് ഒഴിക്കാതിരിക്കുക. അപ്പൊ നമുക്കിത് നല്ലപോലെ ഇതിനകത്ത് ഇളക്കി എടുക്കാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, നല്ല ഹെൽത്തി ആയിട്ട് റൂട്ടൊക്കെ നമുക്കിതിനെ ഇതിനകത്ത് പോട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിതിൽ 2 തൈയാണ് നടുന്നത്. കണ്ടില്ലേ, ഇതിലേക്ക് അല്പം പോട്ടി മിക്സും കൂടെ ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, നമ്മൾ ഇതിലേക്ക് 2 തൈകളാണ് വെച്ചേക്കുന്നത്. അപ്പം നല്ല ഹെൽത്തി ആയിട്ട് നല്ല ബുഷായിട്ട് ഇതിൽ കയറി ഇതിന്റെ വേരുകൾ പിടിച്ച് നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് ഇത് വളർന്നു വരികയും ചെയ്യും. കണ്ടില്ലേ, നമ്മളിവിടെ ഇത് പോട്ട് ചെയ്ത രീതികൾ. നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ 1/4 ഭാഗം വരെ മാത്രമേ ഇതിന്റെ മണ്ണ് നമ്മൾ ഇതിനകത്ത് പോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇത് നമുക്ക് സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ ഈ ഒരു വഴിയിൽ കൂടി നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കുരുമുളക് നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇത് വളർന്ന് നല്ല ബുഷായിട്ട് നിൽക്കുമ്പോൾ നല്ല ഒരു അലങ്കാരമായിട്ടും നമുക്കിത് ഭംഗിയായിട്ട് നിൽക്കുന്നതും കാണാൻ സാധിക്കും. നമ്മൾ എടുക്കുന്ന പോട്ടിന്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് തൈകൾ വെക്കുന്ന എണ്ണവും കൂട്ടാം. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ വെച്ചേക്കുന്ന ഈ സ്റ്റാൻഡിലോട്ട് ഇത് പടരുന്നതിന് വേണ്ടി ഇത് കിളിക്കുന്ന അനുസരിച്ച് ഇതിനെ ഇങ്ങനെ വെച്ച് വാഴയുടെ വള്ളിയോ അല്ലെങ്കിൽ നമുക്ക് ചെറിയ ചണം കിട്ടും, അതോ വെച്ച് നമുക്ക് ഇതിനൊരു ചെറുതായിട്ടൊന്ന് ടൈറ്റ് ആക്കി കളയല്, ചെറുതായിട്ടൊന്ന്
കെട്ടിക്കൊടുക്കുന്നത് നമ്മുടെ പ്ലാന്റ് ഇതിലോട്ട് വളരാനായിട്ട് സഹായിക്കും. ഇതിപ്പോൾ നമ്മൾ പോട്ട് ചെയ്തിട്ട് ഇതിൽ പുതിയ കിളിർപ്പുകൾ വന്നതിന് ശേഷം മാത്രം നമ്മുടെ വീട്ടിലുള്ള ജൈവവളങ്ങൾ, ജൈവ സിളറുകൾ എല്ലാം നമുക്കിതിന് ഉപയോഗിക്കാം. ജൈവവളങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം, ആഴ്ചയിൽ ഒരു ദിവസം ഇട്ട് കൊടുത്താൽ മാത്രമേ അത് നമുക്ക് ചെടിക്ക് നല്ലപോലെ ഹെൽത്തി ആയിട്ട് വളരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. ഇതുപോലെ നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മുളക് നമുക്ക് വീട്ടിൽ തന്നെ ഇതേ രീതിയിൽ നമുക്ക് ഒരുപാട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് അതിശയിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് ഇതിനകത്ത് വിളവുകൾ ലഭിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായോ? സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഓൺ ആക്കി ഇടുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.